ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഇൻസോളൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെ, അതായത് ഇൻസോളൻ്റ് ആവാൻ പോകുന്ന ഒരു കമ്പനിയെയോ ഫേമിനെയോ ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്. അവിടെ ഒരു 180 ഡേയ്സും 90 ഡേയ്സും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. പിന്നെ എന്താ പറഞ്ഞേ, IBCനെ ഫുള്ളായിട്ട് നമ്മളൊരു 5 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചതെന്ന് പറഞ്ഞു. കോർപ്പറേറ്റ്സിന് എങ്ങനെയാണ്, ഇൻഡിവിജ്വൽസിനും ഫേംസിനും എങ്ങനെയാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള IBC എന്ന് പറയുന്നതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു 5 പില്ലേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്താ, ഇൻഷുറൻസി പ്രൊഫഷണൽ ഏജൻസി എന്താണ്, ഇൻഷുറൻസി പ്രൊഫഷണൽസ് എന്താണ്, ഇൻഫർമേഷൻ യൂട്ടിലിറ്റീസ് എന്താണ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഈ വീഡിയോ തൊട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാൻ പോവാണ്. എങ്ങനെയാണ് നമ്മളൊരു ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഈ പ്രോസസ്സുകളെ ഫുള്ളായിട്ട് നമ്മൾ പാർട്ട് 2 ആൻഡ് പാർട്ട് 3 എന്ന് പറഞ്ഞ 2 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചു. പാർട്ട് 2 എന്ന് പറയുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പാർട്ട് 2 ആയിട്ട് പറഞ്ഞത്. പാർട്ട് 3 കയറി വരുമ്പം അത് പാർട്ട്ണർഷിപ്പ് ഫേംസിനും ഇൻഡിവിജ്വൽസിനുമായി. സോ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനീനെ, ഒരു കോർപ്പറേറ്റ് പേഴ്സണെ എങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരിലോട്ട് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഇൻസോളൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്. ഹിയർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വേർഡ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആണ്. ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ആരുടെയാണ്? കോർപ്പറേറ്റ്സിൻ്റെയാണ്. ഓക്കെ, സോ ഈ വീഡിയോ തീരുന്നത് വരെ ഒരു A ലിമിറ്റഡിനെയോ B ലിമിറ്റഡിനെ കുറിച്ച് ചിന്തിക്കുക. അവർ ഇൻസോളൻ്റ് ആവാൻ പോവുകയാണെന്ന് ചിന്തിക്കുക. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കുക. ഓക്കെ, ആ ഒരു മൈൻഡിൽ ഇരിക്കുകയാണെങ്കിൽ വീഡിയോ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ നോക്കാം. ദ ഫസ്റ്റ് വൺ, സെക്ഷൻ 4 ആണ് നമ്മളോട് പറയുന്നത്. ആസ് പെർ സെക്ഷൻ 4 അപ്ലിക്കബിലിറ്റി ആണ്. ഇവിടെ നോക്കിയേ, കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം പാർട്ട് 2 ആണ്. ഓക്കെ, ആ പാർട്ട് 2വിനകത്ത് സെക്ഷൻ 4 തൊട്ട് സെക്ഷൻ 77 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സെക്ഷൻ 4 ടു സെക്ഷൻ 77. ഇവിടെ നോക്കിയേ, ഇൻസോളൻസി റെസൊല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ. ഹിയർ CD മീൻസ് കോർപ്പറേറ്റ് ഡെപ്റ്റർ ആൻഡ് ലിക്വിഡേഷൻ ഓഫ് എ കോർപ്പറേറ്റ് ഡെപ്റ്റർ. കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്ന് വെച്ചാൽ ആരാണോ കടബാധ്യത ഉണ്ടായിരിക്കുന്നത്, തീർച്ചയായിട്ടും എന്ത് തന്നെയായിരിക്കും, കമ്പനി തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കയറി വരുന്നത് കണ്ടോ. എമൗണ്ട് ഓഫ് ഡിഫോൾട്ട് എന്ന് പറയുന്നത് മിനിമം എത്ര രൂപ എങ്കിലും ആയിരിക്കണം? 1 ലക്ഷം രൂപയെങ്കിലും ആയിരിക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അതായത് A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി ഇൻസോളൻ്റ് ആവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ മിനിമം എമൗണ്ട് ഓഫ് ഡിഫോൾട്ട് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണെങ്കിലും ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സിനാണെങ്കിലും, അത് ആരൊക്കെയാണെന്നൊക്കെ വഴിയെ പറയാം, അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാധ്യത എന്ന് പറയുന്നത് മിനിമം എത്രയെങ്കിലും ആയിരിക്കണം? 1 ലക്ഷം രൂപയെങ്കിലും ആയിരിക്കണം. ഓക്കെ, ഇനി അതിനകത്ത് ഇത് കണ്ടോ, പുതിയൊരു അമെൻമെന്റ് വന്നിരിക്കുകയാണ്. ദ ഡിഫോൾട്ട് ഷുഡ് ബി മിനിമം ₹1 lakh. ദ എമൗണ്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബട്ട് ഷാൾ നോട്ട് എക്സീഡ് ₹1 crore. അതായത് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. പക്ഷേ ഏത് കഴിഞ്ഞ് പോകരുത്? 1 കോടി രൂപ കഴിഞ്ഞ് പോകരുത്. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ള നമുക്ക് വഴിയേ പറയാം. സോ ഇപ്പോൾ ഇത് മാത്രം ഓർത്തിരിക്കുക. സെക്ഷൻ 1 പറഞ്ഞത് ഇതിൻ്റെ എവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇതിൻ്റെ എക്സ്റ്റെൻഡ് ആണ് നമ്മൾ പറഞ്ഞത്. അവിടെ ഓൾ ഓഫ് ഇന്ത്യ പറഞ്ഞു. സെക്ഷൻ 2വിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സെക്ഷൻ 3 നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 4ലാണ്. കമ്പനീനെ ഇൻസോൾവൻ്റ് ആണോ അല്ലെങ്കിൽ ആ പ്രോസസ്സിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് കമ്പനി മിനിമം എത്രയെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിരിക്കണം? 1 ലക്ഷം രൂപയെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിരിക്കണം. ഓക്കെ, ആൻഡ് സെക്ഷൻ 5 എന്ന് പറയുന്ന ഡെഫിനിഷൻ ആണ്. കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. നോർമലി ഒരു ലോയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ആക്ടിനകത്ത് ഏതെങ്കിലും ഒരു സെക്ഷൻ, അത് മോസ്റ്റ് പ്രോബബിളി സെക്ഷൻ 2 തന്നെയായിരിക്കും, ഡെഫിനിഷൻസ് എല്ലാം പറയുന്നത്. പക്ഷേ ഇൻസോളൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിനകത്ത് സെക്ഷൻ 3കകത്തും സെക്ഷൻ 5കകത്തുമാണ് ഡെഫിനിഷൻസ് പറയുന്നത്. സെക്ഷൻ 3കകത്ത് പറഞ്ഞ ഡെഫിനിഷൻസ് എല്ലാം ബേസിക് ആയിട്ട് വരുന്ന ഡെഫിനിഷൻസ് ആണെങ്കിൽ ഹിയർ സെക്ഷൻ 5കകത്ത് കയറി വരുന്ന ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഫുള്ളി ബേസ്ഡ് ഓൺ കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്ലാൻ. ദാറ്റ് മീൻസ് കമ്പനിയുടെ റെസൊല്യൂഷൻ പ്ലാനിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പറയുന്ന സെക്ഷൻ 5കകത്ത് വരുന്ന ഓരോ ഡെഫിനിഷൻസും നമ്മൾ പറയുന്നത്. ഞാൻ എല്ലാം കോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. നോക്കി ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് അപ്ലിക്കൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ കോർപ്പറേറ്റ് ഗ്യാരണ്ടർ, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ഫിനാൻഷ്യൽ ഡെപ്റ്റർ, ഫിനാൻഷ്യൽ പൊസിഷൻ. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്ക് നോക്കണേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ സെക്ഷൻ 4 കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപയുടെയെങ്കിലും ഡെപ്റ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് സെക്ഷൻ 5 ഡെഫിനിഷൻസ് ആണ്, കോർപ്പറേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കയറി വരുന്ന ഡെഫിനിഷൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ, കോർപ്പറേറ്റ് അപ്ലിക്കൻറ്റ്.
Here, the corporate applicant means the corporate debtor. Corporate debtor means company or a member or a partner of a corporate debtor who is authorized to make an application of for the CIRP. CIRP means Corporate Insolvency Resolution Plan. Under the constitutional document of the corporate debtor. And the third one, an individual who is a charge of managing the operations and resources of the corporate debtor, or D, a person who has the control and supervision over the financial affairs of the corporate debtor. So, ഒറ്റ സെന്റൻസിൽ ഒരുമിച്ച് പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്ററെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഓതറൈസ് ചെയ്തിരിക്കുന്ന വേറെ ആരെങ്കിലുമോ അവർക്ക് ഏതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്ലാൻ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോർപ്പറേറ്റ് അപ്ലിക്കൻ്റ് എന്ന് പറയുന്നത്. വൺസ് അഗൈൻ, കോർപ്പറേറ്റ് ഡെപ്റ്ററോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഓതറൈസ് ചെയ്തിരിക്കുന്ന വേറൊരാളോ ആർക്ക് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് തുടങ്ങണമെന്ന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് പറയാം കോർപ്പറേറ്റ് അപ്ലിക്കൻ്റ് എന്ന് പറയാം. നമ്പർ 1. ആൻഡ് നമ്പർ 2, നോക്കി, ദ കോർപ്പറേറ്റ് ഗ്യാരണ്ടർ. എ കോർപ്പറേറ്റ് ഗ്യാരണ്ടർ മീൻസ് എ കോർപ്പറേറ്റ് പേഴ്സൺ ഹു ഈസ് ദ ഷുവർട്ടി ഇൻ എ കോൺട്രാക്ട് ഓഫ് എ ഗ്യാരണ്ടി ടു എ കോർപ്പറേറ്റ് ഡെപ്റ്റർ. കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുന്ന ആളെയാണ് നമുക്ക് എന്തെന്ന് പറയാനുള്ളത് കോർപ്പറേറ്റ് ഗ്യാരണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ദ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. രണ്ട് ക്രെഡിറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്താണെന്നും ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ് എന്താണെന്നും. കാരണം അത് മുഖേനയാണ് നമ്മുടെ ചാപ്റ്റർ എല്ലാം കടന്നു പോകണേ കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ദ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. The financial creditors means any person to whom a financial debt is owed and include a person to whom such a debt has been legally assigned or transferred to. So കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ ഡെപ്റ്റ് ആരുടെ അടുത്താണോ ഉണ്ടാവുന്നത് അവരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് രീതിയിലാണ് കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടാവുന്നത്. ഒന്നിനെ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്നും ഒന്നിനെ ഓപ്പറേഷണൽ ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. സോ കമ്പനിക്ക് ഫിനാൻഷ്യൽ ഡെപ്റ്റ് ആരുടെ അടുത്താണോ ഉള്ളത് ഓക്കെ അവരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ് നോക്കാം. ഓക്കെ, ദ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഹിയർ ദ മണി ബോറോഡ് അഗെയിൻസ്റ്റ് ദ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. മണി ബോറോഡ് അഗെയിൻസ്റ്റ് ദ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോറോ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് പറയണേ. ആ ബോറോ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, എനി എമൗണ്ട് റൈസ്ഡ് ബൈ ദ അക്സെപ്റ്റൻസ് under any acceptance credit facility or its dematerialized equivalent. And third one, any amount raised pursuant to any note purchase facility or the issue of bonds, notes, debentures, loans, stocks or any similar instruments. And the next one, the amount of any liability in respect of any lease or hire purchase contract which is deemed as a finance or a capital lease, receivables sold or discount other than any receivables sold on non-recourse basis. അതായത് കുറേ അധികം കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ അതിനകത്ത് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, കമ്പനിയുടെ ഓപ്പറേഷൻസുമായിട്ട് ബാധിക്കാത്ത കാര്യങ്ങൾ. ദാറ്റ് മീൻസ് നോർമൽ സെയിൽ, പർച്ചേസ്, ഗവൺമെന്റ് ഡ്യൂസ്, ഈ എംപ്ലോയീസിന്റെ വേജസ്, ഈ പറയുന്ന നോർമൽ കോഴ്സിനെ ബാധിക്കാത്ത കാര്യങ്ങളെല്ലാം, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കയറി വരുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ആരിൽ നിന്നാണോ നമുക്ക് ഉണ്ടാവുന്നത് അവരെ നമുക്ക് എന്തെന്നും പറയാം ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്നും പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ഇനീഷ്യേഷൻ ഡേറ്റ്. Okay, the initiation date means the date on which a financial creditor, corporate applicant or a operational creditor, as the case may be, makes an application to the adjudicating authority. Here AA means adjudicating authority for initiating corporate insolvency resolution plan. Okay, so corporate insolvency resolution plan തുടങ്ങണം എന്ന് പറഞ്ഞ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എന്നാണോ കൊടുക്കുന്നത് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇനീഷ്യേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി? ദാറ്റ് മീൻസ് ഓപ്പറേഷണൽ ക്രെഡിറ്റർക്കോ ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർക്കോ എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ആ കമ്പനീനെ ഈ പറയുന്ന കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാം. ആ കൊടുക്കുന്ന ഡേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇനീഷ്യേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻസോളൻസി കമൻസ്മെന്റ് ഡേറ്റ്. Okay, the insolvency commencement date means the date of the admission of an application. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻസ് എല്ലാം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ എന്തൊക്കെ റീസൺ ആണ് സ്വീകരിക്കാൻ വേണ്ടത്, എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നൊക്കെ വഴിയേ പറയാം. സോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻസ് എല്ലാം സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ എന്നാണോ സ്വീകരിക്കുന്നത് ആ ദിവസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയണേ ഇൻസോളൻസി കമൻസ്മെന്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അന്ന് തൊട്ടാണ് ഇൻസോളൻസി കമൻസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ,
സോ എന്നാണോ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതിന് ഇനീഷ്യേഷൻ ഡേറ്റ് ആയിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്നാണോ സ്വീകരിക്കുന്നത് അതിനെ ഇൻസോളൻസി കമൻസ്മെന്റ് ഡേറ്റ് ആയിട്ടുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് പീരീഡ്. The insolvency resolution process period means the period of 180 days beginning from the insolvency commencement date and the ending on 190th day. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് 180 ഡേയ്സ് ആണ്. സഫീഷ്യൻറ്റ് കോസ് ഓഫ് റീസൺസ് ഉണ്ടെങ്കിൽ ഒരു 90 ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ കാലാവധി എത്രയാണോ ഈ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന കാലാവധി എത്രയാണോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ ഓപ്പറേഷണൽ ക്രെഡിറ്റർ. നമ്മുടെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററിനെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷണൽ ക്രെഡിറ്ററിനെയും പറയാം. ആരാണോ ഓപ്പറേഷണൽ ഡെപ്റ്റ് ഉണ്ടാക്കുന്നത്, കമ്പനിക്ക് ഓപ്പറേഷണൽ ഡെപ്റ്റ് ഉണ്ടാവുന്നത് എവിടെ നിന്നാണോ അവരെ നമുക്ക് ഓപ്പറേഷണൽ ക്രെഡിറ്റർ എന്ന് പറയാം. അല്ലേ, ഫിനാൻഷ്യൽ ക്രെഡിറ്ററിനെ നമ്മൾ അങ്ങനെ പറഞ്ഞേ, കമ്പനിക്ക് ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡെപ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ എമൗണ്ട് തരുന്ന ആൾക്കാരെ നമ്മൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയണേ, ആരിൽ നിന്നാണോ ഓപ്പറേഷണൽ ഡെപ്റ്റ് ഉണ്ടാവുന്നത് അവരെ നമുക്ക് എന്തെന്ന് പറയാം ഓപ്പറേഷണൽ ക്രെഡിറ്റർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്പറേഷണൽ ഡെപ്റ്റ്? നോക്കി, ദ ഓപ്പറേഷണൽ ഡെപ്റ്റ് മീൻസ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡെപ്റ്റ് പറഞ്ഞതുപോലെ കുറേ അധികം കാര്യങ്ങളില്ല, എളുപ്പമാണ്. നോക്കി, ഓപ്പറേഷണൽ ഡെപ്റ്റ് മീൻസ് എ ക്ലെയിം ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻക്ലൂഡിംഗ് എംപ്ലോയ്മെന്റ് or a debt in respect of the payment dues arising under any law for the time being in force and the payable to the central government or the state government or any other local authority. That means എന്തൊക്കെയാ? അതായത് സെയിലോ പർച്ചേസോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡെപ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന വേജസും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡെപ്റ്റ്, അതും അല്ലെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ വേറെ ഏതെങ്കിലും ലോക്കൽ അതോറിറ്റീസിന് ഉണ്ടാവുന്ന പേയ്മെന്റിന്റെ ഡ്യൂസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ ഓപ്പറേഷണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷണൽ ഡെപ്റ്റ് ആരിൽ നിന്നാണ് ഉണ്ടാവുന്നത് അവരെ നമുക്ക് ഓപ്പറേഷണൽ ക്രെഡിറ്റർ എന്നും ഇതല്ലാത്ത ആൾക്കാരെ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്നും പറയും. മനസ്സിലായല്ലോ? ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ റെസൊല്യൂഷൻ അപ്ലിക്കന്റ്. Okay, the resolution applicant means a person who individually or jointly with another person submits a resolution plan to resolution professional person to the invitation made under section 25. അതെന്താണെന്ന് പറയാം, അവിടെ എത്തട്ടെ. നമുക്കിപ്പം റെസൊല്യൂഷൻ അപ്ലിക്കന്റ് ആരാണെന്ന് പറയാം. അതായത് ഒരു റെസൊല്യൂഷൻ പ്രോസസ്സ് സജസ്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? കമ്പനി ഇൻസോളന്റ് ആവാൻ പോവുകയാണ്. സോ ഒരാൾ പറയുകയാണ് ഇന്ന പ്രോസസ്സുകൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ട, ഈ പറയുന്ന പോലെ കമ്പനിയുടെ ഇൻസോൾവെന്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയണേ ഒരു റെസൊല്യൂഷൻ അപ്ലിക്കന്റ് എന്ന് പറയണേ. അത് ആരൊക്കെ ആവണം എന്തൊക്കെ ആവണം എന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. ദാറ്റ് മീൻസ് റെസൊല്യൂഷൻ അപ്ലിക്കന്റ് മീൻസ് എ പേഴ്സൺ ഹു ഇൻഡിവിജ്വലി ഓർ ജോയിന്റ്ലി വിത്ത് ആൻ അദർ പേഴ്സൺ സബ്മിറ്റ് എ റെസൊല്യൂഷൻ പ്ലാൻ. ഒരു റെസൊല്യൂഷൻ പ്ലാൻ സബ്മിറ്റ് ചെയ്യണം. ആർക്കാ? റെസൊല്യൂഷൻ പ്രൊഫഷണൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാണ് ഇതിന്റെ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ്? ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണലാണ്. സോ ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണലിനോട്ട് നമ്മളൊരു അപ്ലിക്കേഷൻ വെക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഓക്കെ ആയിരിക്കും, ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ വെക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? റെസൊല്യൂഷൻ അപ്ലിക്കൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ റെസൊല്യൂഷൻ പ്ലാൻ. That means a resolution plan means a plan proposed by a resolution applicant. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന കാര്യങ്ങൾ ചെയ്യാൽ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ കമ്പനീനെ ഇൻസോൾവൻസിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ഓക്കെ, സോ ആ പ്ലാൻ കൊടുക്കുന്ന ആൾക്കാരെ അപ്ലിക്കൻ്റ് ആണെന്നും ആ പ്ലാനിനെ നമുക്ക് റെസൊല്യൂഷൻ പ്ലാൻ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ റെസൊല്യൂഷൻ പ്രൊഫഷണൽസ്. പറയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഈ കമ്പനീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് തന്നെയാണ്. ഓക്കെ, അതായത് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് ആണ്, ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് ആണ് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. That means resolution professional for the purpose of this part means an insolvency professional appointed to conduct the CIRP and includes IRP. അതായത് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ റെസൊല്യൂഷൻ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അത് ഇൻക്ലൂഡ്സ് IRP. ഹിയർ IRP മീൻസ് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ. അതെന്താണ് നമുക്ക് വഴിയെ പറയാം, ഓർത്തിരുന്നാൽ മതി. റെസൊല്യൂഷൻ പ്രൊഫഷണലാവാം അല്ലെങ്കിൽ ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലും ആവാം. Okay, and the next one voting share. Okay, the voting share means the share of the voting rights of a single financial creditors in the COC. Here COC means committee of creditors. അതായത് ഒരു കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് ഒരു ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ ക്രെഡിറ്ററിന് എത്ര പെർസെൻറ്റേജ് ആണ് വോട്ടുള്ളത് അതിനെയാണ് നമ്മൾ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത്.
which is based on the proportion of the financial debt owed to a such financial creditor in relation to the financial debt owed by the corporate debtor. അതായത് കമ്പനിക്ക് ഇപ്പോൾ ടോട്ടലി ഒരു 100 കോടി രൂപയുടെ കടം ഉണ്ടെന്ന് വിചാരിക്കുക, 100 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനകത്ത് എനിക്ക് കമ്പനി തരാനുള്ളത് ഒരു 10%, മനസ്സിലായി, അല്ലെങ്കിൽ ഒരു 10 കോടി രൂപയാണ് കമ്പനി എനിക്ക് തരാനുള്ളത്. സോ ഇവിടെ എൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് 10% ആണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് മൊത്തം 100 പേർക്ക് കമ്പനി, 100 പേർക്കും കൂടെ കമ്പനി 100 കോടി രൂപ കൊടുക്കാനുണ്ട്. ആളുവീതം ഓരോ കോടി രൂപയല്ല, പലരിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള പല എമൗണ്ടുകളുണ്ട്. അങ്ങനെ 100 പേരിൽ നിന്ന് കമ്പനി 100 കോടി രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. ആ 100 പേരിലെ ഒരാൾ മാത്രമാണ് ഞാൻ. പക്ഷേ എനിക്ക് മാത്രമായിട്ട് കമ്പനി 10 കോടി രൂപ തരാനുണ്ട്. സോ നമ്പർ ഓഫ് പേഴ്സൺസിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ 1% ആവും, അല്ലേ? 100 പേരിൽ ഞാൻ 1% ആവുള്ളൂ. പക്ഷേ എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലോ എനിക്ക് 10 കോടി രൂപ തരാനുണ്ട്. ദാറ്റ് മീൻസ് 10% വരുന്നുണ്ട്. സോ ഇവിടെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്ന സാധനം എത്രയാണ്? 10% ആണ്. പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ, voting share means the share of the voting rights of a single financial creditors in the committee of creditors, which is based on the proportion of the financial debt owed to such financial creditor in relation to the financial debt owed by the owed by the corporate debtor. മനസ്സിലായോ? എത്ര എമൗണ്ട് ആണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കണേ? ഈ പറഞ്ഞിരിക്കുന്ന വോട്ടിംഗ് ഷെയർ തീരുമാനിക്കണേ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്ന ഡെഫിനിഷൻസ്. നമ്മൾ പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പേഴ്സൺ ഹു മേ ഇനീഷ്യേറ്റ് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്ലാൻ, സെക്ഷൻ നമ്പർ 6. ആർക്കൊക്കെയാണ് ഈ കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ദാറ്റ് മീൻസ് ഇങ്ങനെ കമ്പനി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കമ്പനി ഇൻസോളൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് തുടങ്ങണം എന്ന് പറഞ്ഞ് ആർക്കൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കാം? Okay, the application for initiating corporate insolvency resolution process. The first one, financial creditors, and second one, operational creditor, and the third one, corporate debtor. കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് സ്വമേധയാ പറയാം, ഈ പറയുന്നത് പോലെ ഇത്രയും കടബാധ്യതയുണ്ട്, ഇൻസോളൻ്റ് ആവാൻ പോവുകയാണ്, സോ എന്ത് ചെയ്യണ്ട, ഇൻസോളൻ്റ് ആവണ്ട. എന്നിട്ട് കോർപ്പറേറ്റ് ഡെപ്റ്ററൊക്കെ സ്വമേധയാ, കോർപ്പറേറ്റ് ഡെപ്റ്റർ മീൻസ് കമ്പനിക്ക് സ്വമേധയാ പറയാം ഈ പറയുന്ന പോലെ ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓപ്പറേഷണൽ ക്രെഡിറ്റർക്കോ ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്കോ പറയാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സോ ദ പേഴ്സൺ ഹു മേ ഇനീഷ്യേറ്റ് കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്, ദാറ്റ് മീൻസ് സെക്ഷൻ 6 പ്രകാരം നമ്മളോട് പറയുന്നത് ഒരു കമ്പനി ഇൻഷുറൻസ് ആവാൻ പോവുകയാണെങ്കിൽ ആ കമ്പനിയിലെ ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്കോ ആ കമ്പനിയിലെ ഓപ്പറേഷണൽ ക്രെഡിറ്റർക്കോ അല്ലെങ്കിൽ കമ്പനിക്ക് സ്വമേധയോ എന്തിന് അപ്ലിക്കേഷൻ കൊടുക്കാം? ഈ പറയുന്ന CIRP തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കാം. Okay, and the next one, the CIRP by the financial creditor, section 7. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറയാൻ പോണേ, അല്ലെങ്കിൽ 3 സെക്ഷൻസ് ആണ് പറയാൻ പോണേ. സെക്ഷൻ 7, 8, 9 ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 സെക്ഷൻസ്. അതിനകത്ത് സെക്ഷൻ 7 പറയുന്നത് ആരാ ചെയ്യാൻ പോകുന്നത്? ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ് ചെയ്യാൻ പോകുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ സ്ലൈഡിനകത്ത് പറഞ്ഞു 3 പേർക്കാണ് ഇത് കൊടുക്കാൻ പറ്റണേ. ആർക്കൊക്കെയാ? ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്കും ഓപ്പറേഷണൽ ക്രെഡിറ്റർക്കും കോർപ്പറേറ്റ് ഡെപ്റ്റർക്കും. ആർക്കാണ് കൊടുക്കേണ്ടത്? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു CIRP തുടങ്ങണം, ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് കൊടുക്കണേ. സോ ഇവിടെ സെക്ഷൻ 7 നമ്മളോട് പറയുന്നത് CIRP ബൈ ദ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ. സോ ഇവിടെ നോക്കി ആർക്കൊക്കെ കൊടുക്കാം? ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഇറ്റ്സെൽഫ്. The first one, financial creditor itself, അല്ലെങ്കിൽ jointly with other financial creditors, അല്ലെങ്കിൽ any other person on behalf of the financial creditors. So adjudicating authorityക്ക് ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്കോ അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനും കൂടെ ചേർന്നിട്ടോ, അതും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററിന്റെ എനി പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ഫിനാൻഷ്യൽ ക്രെഡിറ്റർ, ഫിനാൻഷ്യൽ ക്രെഡിറ്ററിന്റെ ഓതറൈസേഷൻ ഉള്ള അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന വേറെ ആർക്ക് വേണേലും കൊടുക്കാം. മനസ്സിലായോ? അതിന്റെ കണ്ടീഷൻ പറയുന്നത് എന്താ? അപ്ലിക്കേഷൻ ഫോർ ദി ഇനീഷ്യേറ്റിംഗ് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്ലാൻ എഗെയിൻസ്റ്റ് ദ കോർപ്പറേറ്റ് ഡെപ്റ്റർ. കോർപ്പറേറ്റ് ഡെപ്റ്റർ മീൻസ് ആ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു CIRP തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ആർക്കാ കൊടുക്കേണ്ടത്? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ കുറച്ച് നേരത്തേക്ക് ഞാൻ A ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും എനിക്ക് കടം തന്നിരിക്കുന്ന എൻ്റെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററും ആണെന്ന് വിചാരിക്കാം. സോ എൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് തിരിച്ച് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ എല്ലാവർക്കും കൂടെ ചേർന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ആർക്കോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കാം. എന്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് പോലെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് എഗെയിൻസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, ആസ് പെർ സെക്ഷൻ 7. ഇനി ഇതിനകത്ത് കുറച്ച് സ്പെഷ്യൽ കേസും കൂടെ പറയുന്നുണ്ട്. പുതിയ അമെൻമെന്റ് ആണ് ഇവിടെ കണ്ടോ. സ്പെഷ്യൽ കേസിനകത്ത് ആദ്യത്തെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് അണ്ടർ സെക്ഷൻ 21(6)(a) സബ്സെക്ഷൻ A and B, ക്ലോസ് എയും ബിയും. അവിടെ പറയുന്നത് ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഏജന്റോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിയോ ആണ്.
ഓക്കെ, ആർക്ക് വേണ്ടിയിട്ട്? ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ഓതറൈസേഷൻ ഉള്ള അല്ലെങ്കിൽ അവരുടെ അതോറിറ്റി ഉള്ള ഒരു ട്രസ്റ്റോ ഒരു ഏജന്റോ ആണ്. ഇതിനകത്ത് രണ്ടാമത്തെ കേസ് പറയുന്നത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ അലോട്ടീസ് അണ്ടർ എ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്. മനസ്സിലായി? സോ രണ്ട് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഏജന്റോ ട്രസ്റ്റി ആയിട്ട്, ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരുന്ന ഏജന്റോ ട്രസ്റ്റീസോ ആണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ അലോട്ടീസ് അണ്ടർ എ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്. ഇവർ രണ്ടുപേരുമാണ്, അല്ലെങ്കിൽ ഈ രണ്ട് കാറ്റഗറിക്കകത്തുള്ള ആരെങ്കിലുമാണ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എങ്കിൽ ഇവിടെ നോക്കി നമ്മളോട് പറയുന്നത് എന്താ? ദ CIRP അഗെയിൻസ്റ്റ് എ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഷാൾ ബി ഫൈൽഡ് ജോയിന്റ്ലി. ദാറ്റ് മീൻസ് ഈ രണ്ട് സാഹചര്യം വരുവാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടിന്റെ ട്രസ്റ്റീസ് അല്ലെങ്കിൽ അവരുടെ അലോട്ടീസ് അവർ ജോയിന്റ് ആയിട്ട് വേണം കൊടുക്കാൻ. അതേപോലെ ഈ പറയുന്ന പോലെ ട്രസ്റ്റീസോ ആരുടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ കീഴിൽ വരുന്ന ട്രസ്റ്റീസോ ഏജൻസോ ആണെങ്കിൽ അവരും എന്ത് വേണം കൊടുക്കാൻ? ഈ പറഞ്ഞതുപോലെ ഒരു ജോയിന്റ് ആയിട്ട് വേണം അപ്ലിക്കേഷൻ കൊടുക്കാൻ. ആ ജോയിന്റിന്റെ കണ്ടീഷൻസ് പറയണത് നോക്കി. ദാറ്റ് മീൻസ് നോട്ട് ലെസ് ദാൻ 100 ഓഫ് സച്ച് ക്രെഡിറ്റേഴ്സ് ഇൻ ദ സെയിം ക്ലാസ് ഓർ സെയിം റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്. ദാറ്റ് മീൻസ് ഈ ക്ലാസ്സിനകത്ത് വരുന്ന മിനിമം 100 പേര്, 100 ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന മിനിമം 100. ഓക്കെ, ഓർ not less than 10% of the total number of such creditors in the same class or the same real estate project whichever is less. സിറ്റുവേഷൻ മനസ്സിലായോ? സോ നോർമൽ കേസിനകത്ത് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ജോയിന്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവിന് കൊടുക്കാം. പക്ഷേ ഈ രണ്ട് സിറ്റുവേഷൻസിനകത്ത് നമ്മളോട് പറയുന്നത് ഇവിടെ ജോയിന്റ് ആയിട്ട് തന്നെ കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ആ ജോയിന്റ് ആയിട്ട് കൊടുക്കുന്നതിന്റെ കണ്ടീഷൻസ് എന്താ പറയണേ? മിനിമം 100 പേര് വേണം. ആ സെയിം ക്ലാസ് ഓഫ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനകത്ത് കയറി വരുന്ന 100 പേര് വേണം. അതല്ലെങ്കിൽ ടോട്ടൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, ആ ക്ലാസ്സിനകത്തുള്ള ആ കാറ്റഗറിക്കകത്തുള്ള ടോട്ടൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എത്രയാണോ അതിന്റെ 10% വേണം, വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, ഇപ്പൊ 50 പേരാണെങ്കിൽ അതിന്റെ 10%, 5%, സോറി അതിന്റെ 10%, 5 പേര് മതി. സോ വിച്ച് എവർ ഇസ് ലെസ് എത്രയാണോ അത്രയും ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ. സോ അത് രണ്ട് കാറ്റഗറി ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. നോർമൽ കേസിനകത്ത് ഇതൊന്നും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ രണ്ട് സ്പെഷ്യൽ കേസിനകത്ത് മിനിമം 100 പേരോ അല്ലെങ്കിൽ ടോട്ടൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എത്രയാണോ ഈ കാറ്റഗറിക്കകത്ത് വരുന്നത് അതിന്റെ 10% എങ്കിലും വേണം. ഇത്രയും ആൾക്കാർ ജോയിന്റ് ആയിട്ട് വേണം എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? ഇനി ഇത് ഇപ്പൊ കയറി വന്ന ഒരു അമെൻമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ പുതിയൊരു കേസും കൂടെ ഇതിനകത്ത് പറയാം. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ അമെൻമെന്റ് വരുന്നതിന് തൊട്ട് മുമ്പാണ് അപ്ലിക്കേഷൻ കൊടുത്തത്. ഓക്കെ, അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചിട്ടുമില്ല. 3 സിറ്റുവേഷൻസ് ഞാൻ പറയാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു റിയൽ എസ്റ്റേറ്റിനകത്ത് കയറി വരുന്ന ട്രസ്റ്റീസ് ആണ് അല്ലെങ്കിൽ അലോട്ടീസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളൊരു അപ്ലിക്കേഷൻ CIRP നടത്തണം എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ കൊടുത്തു, അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചു. പക്ഷേ ഇന്നാണ് അമെൻമെന്റ് വരുന്നത്. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ മിനിമം ഇത്രയും ക്രൈറ്റീരിയ വേണം. മിനിമം 100 പേര് വേണം, അല്ലെങ്കിൽ 10% വേണം. ഓക്കെ, സോ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ കേസ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം അപേക്ഷ കൊടുത്തു, ഇന്ന് അമെൻമെന്റ് വന്നു, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിക്കണമെങ്കിൽ, കാരണം എന്താ? പുതിയ ലോ വന്നു, അമെൻമെന്റ് വന്നു അല്ലെ? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അത് സ്വീകരിക്കണമെങ്കിൽ ഹാസ് നോട്ട് ബീൻ അഡ്മിറ്റഡ് ബൈ ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ബിഫോർ ദ കമൻസ്മെന്റ് ഓഫ് IBC. പറഞ്ഞത് എന്താ നോക്കി? വിത്തിൻ ദ 30 days ഓഫ് സച്ച് കമൻസ്മെന്റ് ഓഫ് ദ അമെൻമെന്റ് ആക്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു 30 daysനുള്ളിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പുതിയ അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ എഗെയിൻസ്റ്റ് ദ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഹാസ് ബീൻ ഫൈൽഡ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഈ പറഞ്ഞ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പുതിയ അപ്ലിക്കേഷൻ കൊടുക്കണം. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. ഓക്കെ, സോ ഇന്നാണ് അമെൻമെന്റ് വരുന്നത് എന്ന് ചിന്തിക്കുക. ഇന്നലെ വരെ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻസ് എല്ലാം അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, അത് അതിൻ്റെ സെക്ഷനിൽ തന്നെ അങ്ങ് പോകും. പക്ഷേ അപ്ലിക്കേഷൻ കൊടുത്തു, ഇന്നലെയാണ് അപ്ലിക്കേഷൻ കൊടുത്തത്, ഇന്ന് അത് സ്വീകരിച്ചിട്ടില്ല, അപ്ലിക്കേഷൻ ഓക്കെ ആക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് അമെൻമെന്റ് വന്നു. ഇന്ന് അമെൻമെന്റ് വന്നാൽ പുതിയ റൂള് പ്രകാരം ഈ പറഞ്ഞ അലോട്ടീസ് ആണെങ്കിലും ട്രസ്റ്റീസ് ആണെങ്കിലും എന്ത് ചെയ്യണ്ട? ഈ പറഞ്ഞ പോലെ 30. ഓക്കെ, അടുത്തതിനകത്ത് ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ഇവിടെ നോക്കി, ദ ഡോക്യുമെന്റ്സ് ഇൻഫർമേഷൻ ടു ബി ഫർണിഷ്ഡ് അലോങ് വിത്ത് അപ്ലിക്കേഷൻസ്. അതായത് നിങ്ങളൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ കണ്ടിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോട് പറയുകയാണ് CIRP എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അപേക്ഷ കൊടുക്കുന്ന നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, റെക്കോർഡ് ഓഫ് എവിഡൻസ് ഓഫ് ഡിഫോൾട്ട്. ഓക്കെ, കോർപ്പറേറ്റ് ഡെപ്റ്റർ നിങ്ങൾക്ക് ക്യാഷ് തരാനുള്ളതിന്റെ എവിഡൻസ് വേണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ദ പ്രപ്പോസ്ഡ് IRP. Here IRP means interim resolution provisional.
അതായത് നിങ്ങൾ ഈ പറയുന്നത് പോലെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസോളൻസി പ്രൊഫഷണൽ ഏജൻസിയിലോട്ട് പോയിട്ട് ഒരു ഇൻസോളൻസി പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യുക. മനസ്സിലായി? അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, സോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കാണുന്നതിന് മുമ്പ് ഇൻസോളൻസി പ്രൊഫഷണൽ ഏജൻസിനെ കണ്ടിട്ട് അവിടെ നിന്നിട്ട് ഒരു ഇൻസോളൻസി പ്രൊഫഷണൽ ഇൻസോളൻസി പ്രൊഫഷണലിനെ നിങ്ങൾ എന്തായിട്ട് ചെയ്യുക, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, അങ്ങേര് തന്നെ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇന്ററിം എന്ന് പറയുന്ന വേർഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അതായത് അങ്ങനെ ഒരാളെ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് അപ്പോയിന്റ് ചെയ്യുക. അത് നമ്മളുടെ ഡിഫറൻസ് കൂടെ പറയാം. ഇപ്പം നമ്മൾ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അങ്ങേര് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങേര് കുറേ വ്യക്തമായിട്ടുള്ള പ്ലാനൊക്കെ ചെയ്തു, ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് പഴയ ഒരു രീതിയിലോട്ട് വരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ നിങ്ങൾക്ക് പറഞ്ഞുവിടാം. എന്നിട്ട് പുതിയൊരു റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യാം. ഇനി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ തന്നെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ചെയ്താൽ മനസ്സിലായല്ലോ. സോ നിങ്ങൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് റെക്കോർഡ് ഓഫ് എവിഡൻസ് കാണിക്കണം, ഇത്രയും രൂപ കമ്പനി തരാനുണ്ട്, അതിൻ്റെ ഒരു പ്രൂഫ് കാണിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഒരു ആരാണോ നിങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന CIRP ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യണം. ആൻഡ് ദ തേർഡ് വൺ, ഇൻഫർമേഷൻ സ്പെസിഫൈഡ് ഇൻ റെഗുലേഷൻ മെയ്ഡ് ബൈ ദ ബോർഡ്. വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ആ സ്പെസിഫിക്കേഷൻസ് പ്രകാരം പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ വേണം. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു CIRPക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുകയാണ്. അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിന്റ്ലി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൊടുക്കാം. അവിടെ തന്നെ 2 സ്പെഷ്യൽ കേസുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ആ 2 സ്പെഷ്യൽ കേസിനകത്തും 100 or 10% ടോട്ടൽ ഇൻ സച്ച് ക്ലാസ് അല്ലെ, വിച്ച് എവർ ഇസ് ലെസ്, അവർക്ക് അപേക്ഷ കൊടുക്കാം. ആ അപേക്ഷ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കുന്ന നേരത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഈ പറഞ്ഞതുപോലെ എവിഡൻസ് ഉണ്ടായിരിക്കണം. ഇത്രയും രൂപ നിങ്ങൾക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എവിഡൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിരിക്കണം. അങ്ങേരുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനകത്ത് കാണിച്ചിരിക്കണം. കൂടാതെ വേറെ ഏതെങ്കിലും റെഗുലേഷൻസ് പ്രകാരം എന്തെങ്കിലും ഡോക്യുമെന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഹാജരാക്കിയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഹാജരാക്കി, അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തു. ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് അടുത്ത ചെയ്യേണ്ടത്, ഈ അപ്ലിക്കേഷൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഓക്കെ, അതിനകത്ത് ഓക്കെ, ദ ഫസ്റ്റ് വൺ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഷാൾ അസർടൈൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫോൾട്ട് വിത്തിൻ 14 days. ദാറ്റ് മീൻസ് നിങ്ങൾ അപേക്ഷ കൊടുത്ത് 14 ദിവസത്തിനുള്ളിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒരു തീരുമാനം എടുത്തിരിക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? അതിനകത്ത് സിറ്റുവേഷൻ നമ്പർ 1, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രകാരം ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് മീൻസ് കോർപ്പറേറ്റ് ഡെപ്റ്ററിന് നമുക്ക് കാശ് തരാനുണ്ട്. സെക്കൻഡ് വൺ, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലിക്കേഷൻസിനകത്ത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണ്. ആൻഡ് നോ ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സ് ആർ പെൻഡിങ് അഗെയിൻസ്റ്റ് ദ പ്രപ്പോസ്ഡ് IRP. നിങ്ങൾ കൊടുക്കുന്ന ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പേരിൽ ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ഷൻസും നിലവിലില്ല. ഈ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നിങ്ങൾ എന്നാണോ അപേക്ഷ കൊടുക്കുന്നത് ആ കൊടുത്തിട്ട് 14 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കും. ദാറ്റ് മീൻസ് അഡ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ബൈ ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. എന്നിട്ട് എന്തിന് ഉത്തരവിടും, കമൻസ്മെന്റ് ഓഫ് IRP, കമൻസ്മെന്റ് ഓഫ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തോളാം പറയും. ഓക്കെ, സോ നിങ്ങളൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ്, നിങ്ങൾക്കത് മനസ്സിലാവാനാണ് ഞാൻ വീണ്ടും പറയണേ. നിങ്ങളൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ്, നിങ്ങൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോക്കും അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണോ, ഇങ്ങനെ ഇത്രയും എമൗണ്ട് അവർ നിങ്ങൾക്ക് തരാനുണ്ടോ, കൂടാതെ ഈ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പേരിൽ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, യാതൊരുവിധ ഏതുമില്ലെങ്കിൽ, ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി 14 ദിവസത്തിനുള്ളിൽ അപേക്ഷ സ്വീകരിക്കും. ഓക്കെ, ഇനി അങ്ങനെ അല്ലെങ്കിൽ സിറ്റുവേഷൻ നമ്പർ 2, ഓക്കെ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ഫസ്റ്റ് വൺ ഡിഫോൾട്ട് ഹാസ് നോട്ട് ഒക്കേർഡ്. ഓക്കെ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് സെറ്റാണ്, കോർപ്പറേറ്റ് ഡെപ്റ്റർ നിങ്ങൾക്ക് ക്യാഷ് തരാനില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ, അപ്ലിക്കേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ ഇൻകംപ്ലീറ്റ് ആണ്. ആൻഡ് ദ തേർഡ് വൺ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള IRP ആരാണോ, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആരാണോ, ഓക്കെ, ആ പുള്ളിക്കാരൻ്റെ പേരിൽ എന്തുണ്ട്, ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രൊസീഡിങ്സ് നിലവിൽ പെൻഡിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപേക്ഷ സ്വീകരിക്കില്ല. പകരം നിങ്ങൾക്ക് നോട്ടീസ് ടു ദ അപ്ലിക്കന്റ് ടു റെക്ടിഫൈ വിത്തിൻ 7 days.
അതായത് നിങ്ങൾ അപേക്ഷ സ്വീകരിക്കില്ല, നിങ്ങൾക്ക് പകരം തിരിച്ച് നോട്ടീസ് അയക്കും. 7 ദിവസത്തിനുള്ളിൽ എന്തെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അപേക്ഷ തിരുത്തണം, പുതിയ അപേക്ഷ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനി നോട്ടീസ് ടു ദ അപ്ലിക്കന്റ് ടു റെക്ടിഫൈ വിത്തിൻ 7 days. ഓക്കെ, നിങ്ങൾക്ക് അപേക്ഷ കിട്ടി 7 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ തിരുത്തുകയാണെങ്കിൽ, അതായത് ഡിഫാൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള എവിഡൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇനി നിലവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന IRPക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങേരെ മാറ്റി പുതിയൊരു IRPനെ വെക്കാം. ഇത് എത്ര ദിവസത്തിനുള്ള? നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നിങ്ങൾക്ക് നോട്ടീസ് അയച്ച് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അത് തിരുത്തി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അപ്ലിക്കേഷൻ സ്വീകരിക്കാം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലോ റിജക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ ഇഫ് നോട്ട് റെക്ടിഫൈ. നിങ്ങൾ 7 ദിവസത്തിനുള്ളിൽ ഇത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ അതിന് എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഓക്കെ, സോ നിങ്ങളൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണ്, നിങ്ങൾ ഒറ്റയ്ക്കോ നിങ്ങൾക്ക് ജോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോ ഒരു കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് CRP നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കാം. കൊടുക്കുന്ന സമയത്ത് എവിഡൻസ് ഹാജരാക്കിയിരിക്കണം, പ്രപ്പോസ്ഡ് IRPയുടെ പേര് വെച്ചിരിക്കണം, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം, ആ IRPക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള യാതൊരുവിധ പ്രൊസീഡിങ്സും ഉണ്ടായിരിക്കരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി 14 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കും, CIRP നടത്തിക്കോളാൻ പറയും. ഇനി അങ്ങനെയല്ല, ഈ പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസമുണ്ടെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നിങ്ങൾക്കൊരു നോട്ടീസ് അയക്കും. ആ നോട്ടീസ് നിങ്ങൾ കൈപ്പറ്റി 7 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപേക്ഷ സ്വീകരിക്കാം. അതല്ലെങ്കിൽ അവർ അപേക്ഷ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ദ ലാസ്റ്റ് വൺ നോക്കേ, ഇഫ് ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഡസ് നോട്ട് പാസ് ആൻ ഓർഡർ വിത്തിൻ 14 days, 14 ദിവസത്തിനുള്ളിൽ ഓർഡർ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ 14 ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിലോ within 40 days to receipt of such application it shall record its reason in writing to the same. എന്തുകൊണ്ടാണ് 14 ദിവസമായിട്ടും നിങ്ങൾ യാതൊരുവിധ പ്രൊസീഡിങ്സും എടുക്കാത്തത്? നിങ്ങളെന്ന് പറയുമ്പോൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ഓക്കെ, സോ നമ്മൾ അപേക്ഷ കൊടുത്തു, 14 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന സിറ്റുവേഷൻ നമ്പർ 1 സിറ്റുവേഷൻ നമ്പർ 2 ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് കിടക്കാത്തത്? നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് ലീഗലി റൈറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ക്രെഡിറ്ററിന്റെ ഭാഗത്ത് പറയാനുള്ളത്. എന്തൊക്കെയായിരുന്നു ഈ പറഞ്ഞതുപോലെ അപ്ലിക്കേഷൻസ് എവിടെ നിന്നാണെന്ന് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കുക, ആർക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കുക. അതിനകത്തുള്ള 2 സ്പെഷ്യൽ കേസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് തന്നെ ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ഓക്കെ, ബൈ.